മരിക്കാൻ കിടക്കുമ്പോൾ ഒരാളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം എന്തായിരിക്കുമെന്നറിയോ? ഒരിക്കലും എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് കൂടുതൽ അർമാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് എൻ്റെ കച്ചവടത്തിൽ ഇനിയും അത്യാവശ്യം ലാഭമുണ്ടാക്കാമായിരുന്നുവെന്നോ അതൊന്നും ആയിരിക്കില്ല. മറിച്ച് നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ചായിരിക്കും വലിയ വേവലാതി ഉണ്ടാവുക. എൻ്റെ ആരോഗ്യ സമയത്ത് എനിക്കധികം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നതിൽ നിന്നും ജനങ്ങളുടെ തൃപ്തി തേടുന്നതിലേക്ക് കൂടുതൽ സമയം ചെലവഴിച്ചല്ലോ. അതുപോലെ എൻ്റെ ശരീര ഇച്ഛയെ ഞാൻ കൂടുതൽ പിന്തുടർന്നുവല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെയും മാനിക്കാതെ എൻ്റെ ശരീരം എന്താണോ ആശിച്ചത് അതിൻ്റെ പിന്നിൽ ഞാൻ കൂടുതൽ പോയല്ലോ. അങ്ങനെ ഒരുപാട് നഷ്ടബോധങ്ങളായിരിക്കും മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും മരിക്കുന്നതിന് മുമ്പേ ആരോഗ്യമുള്ള സമയം, ഒഴിവുള്ള സമയം പരമാവധി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, തിരുദൂതർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മുഴുകാൻ ശ്രമിച്ചാൽ, നല്ല നിയ്യത്തോടുകൂടെ, നല്ല തീരുമാനത്തോടുകൂടെ ദിക്റുല്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ധാരാളം സമയം ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ, നിസ്കാരം ഇബാദത്തിൻ്റെ മാധുര്യത്തോടുകൂടെ ഇഷ്ടത്തോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ദാനധർമ്മങ്ങൾ വളരെ കൃത്യമായി നൽകാൻ നമുക്ക് കഴിഞ്ഞാൽ, മരണശയ്യയിൽ കിടക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കിടക്കാൻ പറ്റും. അതുപോലെ നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കൾ, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ, അതെല്ലാം ഇബാദത്തിന്റെ ഭാഗമാണല്ലോ. നല്ല വഴിയിൽ കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷം പകരും. നേരെ തിരിച്ച് നമ്മുടെ ജോലി തിരക്കിൽ, നമ്മൾ സമ്പാദനത്തിൻ്റെ തിരക്കിൽ, ബിസിനസ്സിൻ്റെ തിരക്കിൽ മറ്റുള്ളവരുമായി ഒരുപാട് ഇടപഴകി ഒരുപാട് സമയം ചെലവഴിച്ചതൊക്കെ നമുക്ക് നഷ്ടബോധമായി തോന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളേക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുക, മനസ്സ് ശുദ്ധമാക്കുക, ഹൃദയം ശുദ്ധമാക്കുക, കണ്ണുകളും കാതുകളും നമ്മുടെ കൈകളും കാലുകളും ശുദ്ധമാക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ടു നയിക്കുക. പിശാചിൻ്റെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ട് മലക്കുകളോടൊപ്പം അവരുടെ സ്നേഹത്തോടെ ലാളനയിൽ വളരാൻ നമുക്ക് കഴിയണം. അള്ളാഹുവെ തൗഫീഖ് ചെയ്യണ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.